നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 50% കഴിഞ്ഞു. ലാസ്റ്റിൽ നമ്മൾ പഠിച്ചത് വെൻ ഡയഗ്രാം, അതായത് സെറ്റുകളെ ഗ്രാഫിക്കലായിട്ട്. സൗണ്ട് ഇപ്പോൾ കേൾക്കാമോ? സൗണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഇവിടെ മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. കേൾക്കാമല്ലോ? ശരി, ഓക്കെ. അപ്പോൾ സെറ്റിലെ വെൻ ഡയഗ്രാം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഓക്കെ, എന്താണ് വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ? ജസ്റ്റ് അതിൻ്റെ ഒരു പോയിന്റ് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ സെറ്റിനെ ഗ്രാഫിക്കൽ അഥവാ ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് വെൻ ഡയഗ്രാം. സെറ്റുകളെ ഗ്രാഫിക്കൽ അഥവാ ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന മെത്തേഡാണ് വെൻ ഡയഗ്രാം. അപ്പോൾ അത് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറയാം, അതൊന്ന് കേൾക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. എന്നിട്ട് നമുക്ക് പുതിയ കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതൊരു പ്രോബ്ലത്തിലും ഒരു യൂണിവേഴ്സൽ സെറ്റ് കാണും. ആ യൂണിവേഴ്സൽ സെറ്റിനെ ഒരു റെക്റ്റാങ്കിൾ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യും. ബാക്കി എല്ലാ സെറ്റുകളും അതിനകത്തായിട്ട് ക്ലോസ്ഡ് കർവിലൂടെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്ലോസ്ഡ് കർവ് സർക്കിളാണ്. ഇപ്പോൾ സർക്കിളിൻ്റെ ഷേപ്പിൽ ഇതിനകത്തായിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ഇത് എ, ഇത് ബി, ഇത് യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ്റെ സ്വഭാവം അനുസരിച്ച് ഈ അകത്ത് വരുന്ന സെറ്റുകൾ പല ടൈപ്പിൽ വരാം. പ്രധാനമായിട്ടും 3 ടൈപ്പിലാണ് വരുന്നത്. ഒന്ന്, കുറച്ച് എലമെൻറ്റുകൾ കോമൺ ആയിട്ട് വന്നാൽ ഇങ്ങനെ വരും. എക്കും ബിക്കും കുറച്ച് എലമെൻറ്റുകൾ കോമൺ ആയിട്ടുണ്ട്. ഇതാണ് കോമൺ ആയിട്ടുള്ള ഭാഗം. ഇത് എക്ക് മാത്രമുള്ള ഭാഗം, ഇത് ബിക്ക് മാത്രമുള്ള ഭാഗം. ഓക്കെ, ഇനി എക്കും ബിക്കും കോമൺ ആയിട്ട് ഒരു എലമെൻറ്റും ഇല്ല എങ്കിൽ ഇങ്ങനെ വേറിട്ട് നിൽക്കും ഇതിനകത്ത്. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് യു ആണ്. ഓക്കെ, ചിലപ്പോൾ എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആവാം, അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആവാം. ഇൻ കേസ് അങ്ങനെയാണ് സെറ്റുകൾ പറയുന്നതെങ്കിൽ ഇത് യൂണിവേഴ്സൽ സെറ്റ്, ഇത് സൂപ്പർ സെറ്റ് അഥവാ വലിയ സെറ്റ്, അതിനകത്തായിട്ട് അതിൻ്റെ സബ്സെറ്റ്. ഇതിപ്പോൾ എയും ഇത് ബിയും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബി എന്ന് പറയുന്നതാണ് എയുടെ സബ്സെറ്റ്. എ ആണ് വലിയ സെറ്റ്, ബി ആണ് ചെറിയ സെറ്റ്. അപ്പോൾ സാധാരണ വരുന്ന 2 സെറ്റുകളുടെ വെൻ ഡയഗ്രാം ഈ ഫോർമാറ്റിലാണ് വരുന്നത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും കേട്ട് കാണും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലുള്ള ആ യൂട്യൂബ് വീഡിയോ നിങ്ങളൊന്നുകൂടെ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് കിടക്കുന്നത്. ഇനി എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, എന്നിട്ട് എല്ലാവരും നോട്ട്ബുക്കിനകത്ത് ഒരു ഹെഡിങ് എഴുതുക. ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ്. OPERATIONS, ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ്. ഓക്കെ, അപ്പോൾ സെറ്റുകളിലുള്ള ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇനി നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായി ശ്രദ്ധിച്ചിരിക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് എന്ന് പറഞ്ഞാൽ സെറ്റുകളിലുള്ള ഓപ്പറേഷൻസ്. നമ്മൾ സാധാരണ ചെറിയ ക്ലാസ്സിലെ നമ്പേഴ്സിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. നമ്പേഴ്സ് തമ്മിൽ കൂട്ടുക, കുറയ്ക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ നമ്പേഴ്സിലുള്ള ഓപ്പറേഷൻസാണ്. ഇതേപോലെ സെറ്റുകൾ തമ്മിലും ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പേരുകൾ എന്തൊക്കെയാണ്, ആ ഓപ്പറേഷൻസ് എങ്ങനെ ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം. ഇതാണ് ഈ ഭാഗത്ത് ഇനി നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ചിരിക്കും. അതിൽ നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ ഓപ്പറേഷൻ, അതിനെ നമ്മൾ വിളിക്കുന്നത് യൂണിയൻ. യൂണിയൻ ഓഫ് 2 സെറ്റ്സ്. അപ്പോൾ ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്തിനാണ്? യൂണിയൻ ഓഫ് സെറ്റ്സ്. അപ്പോൾ പേര് മനസ്സിലാക്കുക, യൂണിയൻ. ഓക്കെ, ഇനി എന്താണ് 2 സെറ്റുകൾ തമ്മിലുള്ള യൂണിയൻ? അത് ഞാൻ ആദ്യം ഒരു ഡെഫിനിഷൻ, അതിൻ്റെ ഡെഫിനിഷൻ എക്സാമ്പിൾ ഉപയോഗിച്ച് പറയാം, എന്നിട്ട് ഡെഫിനിഷനായിട്ട് പറയാം, എന്നിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് പറയാം, എന്നിട്ട് അതിൻ്റെ പ്രോബ്ലം ചെയ്യാം. ഇങ്ങനെയാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക.
ഞാൻ ഇവിടെ എ എന്ന് പറയുന്ന ഒരു സെറ്റ് എഴുതുകയാണ്. അത് 1 2 3 ഒരു സിമ്പിളായിട്ടുള്ള സെറ്റ്, സാധാരണ ഞാൻ എക്സാമ്പിൾ എടുക്കുന്ന ഒരു സെറ്റ് തന്നെയാണ്. ഓക്കെ, ഇനി ബി എന്ന് പറയുന്ന വേറൊരു സെറ്റ് ഉണ്ട്. അതിന് 3 4 5 ഇങ്ങനെയാണ് വരും. അപ്പോൾ എ ഉണ്ട്, ബി ഉണ്ട്. ഇനി എയിലും ബിയിലുമുള്ള എല്ലാ എലമെൻറ്റുകളെയും ഉൾപ്പെടുത്തി പുതിയ ഒരു സെറ്റ് എഴുതണം. എയിലും ബിയിലുമുള്ള എല്ലാ എലമെൻറ്റുകളെയും ഉൾപ്പെടുത്തി പുതിയ ഒരു സെറ്റ് എഴുതണം. ആ സെറ്റിനകത്ത് ഏതൊക്കെ എലമെൻറ്റ്സ് വരും? എയിലുള്ള 1 വരും, 2 വരും, 3 വരും. ഓക്കെ, ബിയിലുള്ള 3 വരും. പക്ഷെ നമുക്കറിയാം സെറ്റിനകത്ത് ഒരു എലമെൻറ്റ് ഒരു തവണ എഴുതുള്ളൂ. അപ്പോൾ 3 ഉണ്ട്, പിന്നെ 4 വരും, 5 വരും. ഓക്കെ, ഈ സെറ്റിൻ്റെ പ്രത്യേകത എന്തിനാണ്? ഇത് എയിലും ബിയിലുമുള്ള എല്ലാ എലമെൻറ്റുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ സെറ്റാണ്. ഈ സെറ്റിനെ വിളിക്കുന്ന പേരാണ് എയുടെയും ബിയുടെയും യൂണിയൻ. ഓക്കെ, അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എ യൂണിയൻ എന്നുള്ളതിന് ഇങ്ങനെ യു പോലുള്ള ഒരു ഇങ്ങനെ തിരിച്ചിട്ടത് പോലുള്ള സിമ്പിൾ. ഇത് നമ്മൾ വായിക്കുന്നത് എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് 1 2 3 4 5. ഓക്കെ, അപ്പോൾ യൂണിയൻ എന്നുള്ളതിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ്. ഇതാണ് യൂണിയൻ്റെ സിമ്പിൾ. ഇതിന് നമ്മൾ വായിക്കുന്നത് എ യൂണിയൻ ബി എന്നാണ്. ഈ സെറ്റിലുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും ഉള്ള എല്ലാ എലമെൻറ്റുകളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള വലിയ സെറ്റാണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവാത്ത രീതിയിലാണ് ഡെഫിനിഷൻ ഇങ്ങനെ പറയുന്നത്. ടെസ്റ്റിനകത്ത് അതിൻ്റെ ഡെഫിനിഷൻ സിസ്റ്റമാറ്റിക്കായിട്ട് അവർ എഴുതിയിട്ടുണ്ട്, അത് നമുക്ക് പറയാം. ഇപ്പോഴും എ യൂണിയൻ ബി എന്താണെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതാണെന്ന് മനസ്സിലാക്കുക. എന്താണ്? എയിലും ബിയിലും ഉള്ള എല്ലാ എലമെൻറ്റുകളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ സെറ്റ്. ഇത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ? ഈ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ യഥാർത്ഥത്തിൽ ഈ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ വേറെ സാറ് വന്ന് ആ ചാപ്റ്ററാണ് തുടങ്ങിയത്. അപ്പോൾ ഇതും കൂടെ പറഞ്ഞാലേ സാറിനത് പറയത്തുള്ളൂ. അപ്പോൾ സാറത് പറഞ്ഞായിരിക്കും. നമുക്ക് എന്തായാലും ഈ ചാപ്റ്റർ വൈസ് ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പറയാം. ഡെഫിനിഷൻ മാത്രമല്ല, ഇതിനകത്ത് എക്സാമ്പിൾസ്, ഇതിൻ്റെ കുറേ പ്രോപ്പർട്ടീസ്, കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു കാര്യവും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അറിയാമെന്നുള്ളവരും ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ, ശരി. അപ്പോൾ ഇത് യു അല്ല, യു സാറിന് നമ്മൾ ഇതെങ്ങനെ എഴുതും? ഇത് നമ്മൾ ഈ തിരിച്ചിട്ട പോലുള്ള ഒരു സിമ്പിളാണ്. ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്, യൂണിയൻ. ഓക്കെ, അപ്പോൾ എന്താണ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ? സിമ്പിളി നിങ്ങളിങ്ങനെ മനസ്സിലാക്കുക, എയിലും ബിയിലും ഉള്ള എല്ലാ എലമെൻറ്റുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ സെറ്റിനെ വിളിക്കുന്ന പേരാണ് എ യൂണിയൻ ബി. അതിനെ ഡിനോട്ട് ചെയ്യുന്ന, യൂണിയൻ ഓഫ് എ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ഇങ്ങനെയാണ്. എയുടെയും ബിയുടെയും യൂണിയന് എ യൂണിയൻ ബി എന്ന് ഇങ്ങനെ എഴുതും. വായിക്കുന്നത് എ യൂണിയൻ ബി എന്നാണ്. ഇതിൻ്റെ ആൻസർ എയിലും ബിയിലുള്ള എല്ലാ എലമെൻറ്റുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സെറ്റ് എന്നാണ് മീൻ. ഓക്കെ, ക്ലിയർ ആവുമല്ലോ? ശരി. ഈ യൂണിയനും യൂണിവേഴ്സൽ സെറ്റും ഒന്നല്ല, ഞാൻ പറഞ്ഞല്ലോ. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യനിൽ, ആ പ്രോബ്ലത്തിലുള്ള എല്ലാ സെറ്റിലെയും എലമെൻറ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ സെറ്റ്. അത് ചിലപ്പോൾ ഇതിനകത്ത് ഇല്ലാത്ത എലമെൻറ്റുകളും അതിനകത്ത് വരാം. പക്ഷേ യൂണിയൻ ഓഫ് 2 സെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ 2 സെറ്റിലെ എലമെൻറ്റുകൾ മാത്രം ചേർത്ത് വെച്ചുകൊണ്ടുള്ള പുതിയ സെറ്റാണ്. രണ്ടും വേറെ വേറെ മീനിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, 1-2 എക്സാമ്പിൾ പറയാണ്. ഞാൻ ഒന്നാമത് എഴുതുന്നൊരു എക്സാമ്പിൾ എ ഈക്വൽ ടു 1 2 3, ബി ഈക്വൽ ടു 4 5. ഓക്കെ, ഈ സെറ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഒരു എലമെൻറ്റുകളും ഇല്ല ആണല്ലോ. ഇതിൻ്റെ യൂണിയൻ എഴുതണം. അത് നമുക്ക് എ യൂണിയൻ ബി എന്ന് എഴുതാം. ഇതിൻ്റെ ആൻസർ 1 വരും, 2 വരും, 3 വരും, 4 വരും, 5. ഓക്കെ, അപ്പോൾ ഈ മോഡലിൽ കോമൺ ആയിട്ട് ഒരു എലമെൻറ്റും ഇല്ലാത്ത ക്വസ്റ്റ്യൻ വരാം. ഇനി കുറച്ച് എലമെൻറ്റുകൾ കോമൺ ആയിട്ട് വരാം. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അതിനകത്തുള്ളതായിരുന്നു. എങ്ങനെയാണ്? എ ഈക്വൽ ടു സെറ്റ് 1 2 3. ഓക്കെ, ബി ഈക്വൽ ടു സെറ്റ് 3 4 5. ഇവിടെയും എ യൂണിയൻ ബി, എയിലും ബിയിലുള്ള എല്ലാ എലമെൻറ്റുകളെയും ഉൾപ്പെടുത്തണമല്ലോ. അപ്പോൾ എയിലെ എലമെൻറ്റുകളായ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ബിയിലുള്ള 3 ഒന്നുകൂടെ എഴുതൂല, ഒരു സെറ്റിനകത്ത് ഒരു തവണ നമ്മൾ എഴുതുള്ളൂ. ഓക്കെ, പിന്നെ 4 ഉണ്ട്, 5 ഉണ്ട്. ഇതാണ് എ യൂണിയൻ ബി. ഓക്കെ, ശരി. ഇനി വേറെ ഈ എക്സാമ്പിൾ വരാം.
എ സബ്സെറ്റ് ഓഫ് ബി വരാം. ഞാൻ ഒരെണ്ണം എഴുതുകയാണ്, നിങ്ങൾ നോക്കുക. എ ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈക്വൽ ടു സെറ്റ് 1 2 3 4. ഇവിടെ എയിലുള്ള എല്ലാ എലമെന്റുകളും ബിയിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എ യൂണിയൻ ബി എഴുതിയാൽ എന്ത് വരും? നിങ്ങൾ ആലോചിച്ച് പറഞ്ഞാൽ മതി. എയിലുള്ള എലമെന്റ്സും വേണം, ബിയിലുള്ള എലമെന്റ്സും വേണം. എയിലുള്ള എലമെന്റ്സ് 1 2 3, ബിയിലുള്ള എലമെന്റ്സിലും 1 2 3 ഉണ്ട്. അതിന് എഴുതണ്ട, ഏത് വരും? 4. അപ്പോൾ ഇത് ബിക്ക് ഈക്വൽ. അപ്പോൾ സെറ്റുകൾ എങ്ങനെ രീതിയിൽ വന്നാലും നമുക്ക് എ യൂണിയൻ ബി കാണാൻ വേണ്ടി മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ എ യൂണിയൻ ബിയെ കുറിച്ച് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താണ് എ യൂണിയൻ? ഇപ്പോൾ സൗണ്ട് ക്ലിയർ ആവാൻ വേണ്ടി മഴയെല്ലാം ഇവിടെ തീർന്നു. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ശരി. അപ്പോൾ ഇനി എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപിളി പറഞ്ഞാൽ എയിലെയും ബിയിലെയും എല്ലാ എലമെന്റുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ സെറ്റിനെ വിളിക്കുന്ന പേരാണ് എ യൂണിയൻ ബി. ഓക്കെ, ശരി. ഇനി ഇതിന്റെ വെൻ ഡയഗ്രാം എങ്ങനെ വരയ്ക്കാൻ നോക്കാം. വെൻ ഡയഗ്രാം വരച്ചപ്പോൾ ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻസ് 3 രീതിയിൽ വരും. ആ 3 രീതിയുടെ എക്സാമ്പിളാണ് ഞാൻ വരച്ചേക്കുന്നത്. അതിന്റെ വെൻ ഡയഗ്രാം വരയ്ക്കണമെന്ന് എഴുതുക. ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് ഒരു എലമെന്റും ഇല്ല. ഞാൻ ഒരു എക്സാമ്പിളെ പറഞ്ഞോളൂ. ഞാൻ ജനറൽ ആയിട്ടാണ് വെൻ ഡയഗ്രാം വരയ്ക്കുന്നത്. വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്കൊരു യൂണിവേഴ്സൽ സെറ്റ് കാണും. അതിനകത്തായിട്ട് ഒരു എ കാണും, അതിനകത്തായിട്ട് ഒരു ബി കാണും. ഇതാണ് എ, ഇതാണ് ബി. ഇതിന് കോമൺ ആയിട്ട് എലമെന്റ്സ് ഒന്നുമില്ല. ഓക്കെ, പക്ഷേ എ യൂണിയൻ ബി വരയ്ക്കാൻ പറഞ്ഞാലാ എയിലുള്ള എല്ലാ എലമെന്റ്സും വേണം, ബിയിലുള്ള എല്ലാ എലമെന്റ്സും വേണം. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഈ പിക്ചറിൽ അഥവാ ഈ ഗ്രാഫിൽ അഥവാ ഈ വെൻ ഡയഗ്രത്തിൽ ഈ ഷെയ്ഡഡ് റീജിയൻ ആണ് എ യൂണിയൻ ബി. അപ്പൊ ഷെയ്ഡഡ് റീജിയൻ, ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന ഭാഗം എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? എ യൂണിയൻ ബിയെ റെപ്രസെന്റ് ചെയ്യും. മനസ്സിലായല്ലോ? എയും എല്ലാം വേണം, ബിയും എല്ലാം വേണം. അത് തിരിച്ചറിയാനാണ് ഞാൻ ഷെയ്ഡ് ചെയ്തേക്കുന്നത്. ജനറലി ആണ് വരച്ചേക്കുന്നത്. ഈ എക്സാമ്പിൾ ആണെങ്കിൽ എയിലുള്ള എലമെന്റുകൾ ഇങ്ങനെ എഴുതും, ബിയിലുള്ള എലമെന്റുകൾ ഇങ്ങനെ എഴുതും. അത് രണ്ടും കൂടെ ചേർന്ന ഭാഗമാണ് എ യൂണിയൻ ബി എന്ന് റെപ്രസെന്റ് ചെയ്യും. അങ്ങനെ നമുക്ക് പറ്റത്തുള്ളൂ. ഓക്കെ, ശരി. ഇനി കോമൺ ആയിട്ട് എലമെന്റുകൾ കുറച്ചെണ്ണം ഉണ്ടെന്ന് വരിക. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? യു, ഇതാണ് എ, ഇതാണ് ബി എന്ന് വരും. എ യൂണിയൻ ബി വരും. എങ്ങനെ അത് ഷെയ്ഡ് ചെയ്ത് കാണിക്കും? എയിലുള്ള എല്ലാ എലമെന്റ്സും വരും, ബിയിലുള്ളയും എല്ലാ എലമെന്റ്സും വരും. എന്ന് പറഞ്ഞാൽ ഇവിടെ താണ്ട ഈ ഷെയ്ഡഡ് റീജിയൻ ആയിരിക്കില്ലേ എ യൂണിയൻ ബി തന്നെ. എക്ക് മാത്രമുള്ള ഭാഗം വരും, ബിക്ക് മാത്രമുള്ള ഭാഗം വരും, കോമൺ ആയിട്ടുള്ള ഭാഗം വരും. അപ്പോൾ കോമൺ ആയിട്ട് കുറച്ച് എലമെന്റുകൾ ഉണ്ടെങ്കിൽ എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രാം ഇങ്ങനെ ഇരിക്കും. മനസ്സിലാവുമല്ലോ? ശരി. ഇനി ചില കേസിൽ എ സബ്സെറ്റ് ഓഫ് ബി ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു വെൻ ഡയഗ്രാം ജനറലായിട്ട് വരച്ചാലാ ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്. ഒരു സെറ്റ് വലുതാണ്, ഒരു സെറ്റ് ചെറുതാണ്. ഇവിടെ എ ആണ് ചെറുത്, ബി ആണ് വലുത്. എയുടെയും ബിയുടെയും യൂണിയൻ എ എല്ലാം വരും, ബിയും എല്ലാം വരും. അപ്പോൾ അതിങ്ങനെയല്ലേ ഷെയ്ഡ് ചെയ്യത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ബി ആയിരിക്കും എ യൂണിയൻ ബി. ഇവിടെ ഇതാണ് എ യൂണിയൻ ബി. ഇവിടെയും ഈ ഷെയ്ഡഡ് റീജിയൻ ആണ് എ യൂണിയൻ ബി. ഇവിടെയും ഷെയ്ഡഡ് റീജിയൻ രണ്ടായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഷെയ്ഡഡ് റീജിയൻ ആണ് എ യൂണിയൻ ബി. ഇങ്ങനെയാണ് വെൻ ഡയഗ്രാം എ യൂണിയൻ ബിയുടെ റെപ്രസെന്റ് ചെയ്താലും. ഓക്കെ, ശരി. ഇനി ഈ എഴുതിയിരിക്കുന്ന 2 സെറ്റുകളുടെ യൂണിയൻ, അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ എക്സാമ്പിള്, വെൻ ഡയഗ്രാം. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, വെൻ ഡയഗ്രാം സാധാരണ രീതിയിൽ ഇതേപോലെ 3 രീതിയിലേ പടം വരാവും. ഈ 3 രീതിയിലും വന്നാൽ അതിൻ്റെ യൂണിയനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നാണ് ഞാൻ വരച്ച് കാണിച്ചേക്കുന്നത്. ഇത് കോമൺ ആയിട്ട് ഒരു എലമെന്റും ഇല്ല എങ്കിൽ എയുടെയും ബിയുടെയും യൂണിയൻ എന്ന് പറഞ്ഞാൽ എയും വരണം, ബിയും വരണം. അപ്പോൾ രണ്ടും വരണം എന്നുള്ള രീതിയിലാണ് ഞാൻ രണ്ടും ഷെയ്ഡ് ചെയ്തേക്കുന്നത്. ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന ഭാഗമാണ് യൂണിയനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ആണെങ്കിൽ കുറച്ച് ഭാഗം കോമൺ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന റീജിയൻ മൊത്തം എ യൂണിയൻ ബി ആയിരിക്കും. ഇവിടെ സബ്സെറ്റ് ആയിട്ട് വരും. ഈ 3 രീതിയിലല്ലേ സാധാരണ വെൻ ഡയഗ്രാം വരാറുള്ളൂ. സബ്സെറ്റ് ആണെങ്കിൽ വലിയ സെറ്റിനകത്തായിരിക്കും ചെറിയ സെറ്റ്. അപ്പോൾ ഈ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വേണ്ട ആ വലിയ സെറ്റ് തന്നെയാണ്. അത് നമുക്ക് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പഠിക്കാം. ഇതാണ് ഇതിൻ്റെ യൂണിയൻ. മനസ്സിലായല്ലോ? ശരി. ഇനി ഇതിന് റൂൾ മെത്തേഡിൽ എങ്ങനെ എഴുതാം, അഥവാ സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതാമെന്നും കൂടെ നോക്കാം.
ഇപ്പം എക്സാമ്പിളൊക്കെ ഏകദേശം പിടികിട്ടി കാണുമല്ലോ. എ ഈക്വൽ എ എന്ന് പറയുന്നൊരു സെറ്റ് ഉണ്ട്, ബി എന്ന് പറയുന്നൊരു സെറ്റ് ഉണ്ട്. എ യൂണിയൻ ബി അതിനെ സെറ്റ് ബിൽഡർ ഫോം അഥവാ റൂൾ ഫോമിൽ എഴുതണം എന്ന് കരുതുക. എങ്ങനെ എഴുതാം എന്ന് പറഞ്ഞാണ്. സെറ്റ് ബിൽഡർ ഫോം അഥവാ റൂൾ മെത്തേഡിൽ എഴുതുമ്പോൾ അതിനകത്തുള്ള എല്ലാ എലമെന്റുകളെയും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ് ഉപയോഗിക്കണം. അപ്പൊ എ യൂണിയൻ ബിയിലുള്ള എല്ലാ എലമെന്റുകളും എക്സ് പോലെയാണ്. ഓക്കെ, സച്ച് ദാറ്റ് ഇനി അതിനകത്തുള്ള ഓരോ എക്സും എവിടെയൊക്കെ ഉള്ളതാണെന്ന് എഴുതണം. എക്സ് ബിലോങ്സ് ടു എ ആവണം, അല്ലെങ്കിൽ എക്സ് ബിലോങ്സ് ടു എവിടെ ആവണം? ബി ആവണം. അപ്പൊ അല്ലെങ്കിൽ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് ടേം കൊടുക്കും? ഓർ. എക്സ് ബിലോങ്സ് ടു ബി ആവണം. ഇങ്ങനെ എക്സ് ഒന്നുകിൽ എയിലുള്ളതോ അല്ലെങ്കിൽ ബിയിലുള്ളതോ ആയ എല്ലാ എക്സുകളുടെയും സെറ്റാണ് എ യൂണിയൻ ബി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അതായത് എ യൂണിയൻ ബിയുടെ സെറ്റ് ബിൽഡർ ഫോം അഥവാ റൂൾ ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ കണക്ട് ചെയ്തേക്കുന്ന വേർഡ് ഓർ ആണ്. ഓർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നത് എപ്പോഴും യൂണിയനെ ആണ്. ഓർമ്മിച്ച് വെച്ചേക്കുക. ഞാൻ ഈ പറയുന്ന പോയിന്റ് മനസ്സിൽ ഓർമ്മിച്ച് വെച്ചേക്കുക. പിന്നീട് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ കാര്യം ഉപയോഗിക്കും. ഓർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നത് ഏത് ഓപ്പറേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? യൂണിയനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെറ്റ് ബിൽഡർ ഫോം അഥവാ റൂൾ ഫോം ഓഫ് എ യൂണിയൻ ബി എങ്ങനെയാണ്? എ യൂണിയൻ ബി എന്ന് പറയുന്നത് സെറ്റ് എക്സ് പോലുള്ള എലമെന്റുകളുടെ സെറ്റാണ്. സച്ച് ദാറ്റ് ആ എക്സ് എവിടെയൊക്കെ ഉള്ളതാവണം? ഒന്നുകിൽ എയിലുള്ളതാവണം, അല്ലെങ്കിൽ ബിയിലുള്ളതാവണം. ഓക്കെ, മനസ്സിലായല്ലോ? ശരി, ഇതാണ് അതിൻ്റെ സെറ്റ് ബിൽഡർ. അപ്പോൾ ഡെഫിനിഷൻ നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞു, പിന്നെ എക്സാമ്പിൾ പറഞ്ഞു, അതിൻ്റെ വെൻ ഡയഗ്രാം പറഞ്ഞു, അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം പറഞ്ഞു. ഓക്കെ, അപ്പോൾ യൂണിയനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ആയോ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് പറയാം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് പോയിന്റ്സ് നോട്ടായിട്ട് എഴുതാം. അത് വായിച്ച് നോക്കിയിട്ട് പിന്നീട് സംശയം ഉണ്ടെങ്കിൽ പറയുക. ഇപ്പോഴെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ടായിട്ടുണ്ടെങ്കിൽ പറയാം. പെട്ടെന്നാവട്ടെ. നമുക്കിത് പഠിക്കുമ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. സാധാരണ നമ്മളൊരു രീതി വെച്ച് ക്ലാസ്സിൽ കേൾക്കുമ്പോഴായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള പഠിത്തമൊക്കെ നമുക്ക് കുറവാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കുക. ഓക്കെ, സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതിനെ ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യണമല്ലോ. ഇതിനകത്തുള്ള എല്ലാ എലമെന്റുകളും എക്സ് പോലെയാണ്. സച്ച് ദാറ്റ് ഇനി ഈ എക്സ് എങ്ങനെ ഉള്ളതാണെന്ന് എഴുതിയാൽ മതി. എക്സ് ഒന്നുകിൽ എവിടെ ഉള്ളതാവണം? എയിലുള്ളതാവണം, അല്ലെങ്കിൽ എക്സ് ബിയിലുള്ളതാവണം. അപ്പൊ എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. ഇനി ആൻഡാണ് ചേർക്കുന്നതെങ്കിലാ എക്സ് എയിലും ബിയിലും ഉള്ളതാവണം. രണ്ടിലും കൂടെ ഉള്ളതേ എഴുതോളെന്നാണ് മീനിങ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഒന്നുകിൽ എയിലോ അല്ലെങ്കിൽ ബിയിലോ വരണം. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആയിരിക്കും എഴുതും. ഓക്കെ, ക്ലിയർ ആവോ? ശരി, ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ പറയും. ശരി, അപ്പൊ ഇതിന്റെ ഒരു നോട്ട് പറയാം. നിങ്ങൾ അതൊന്ന് കുറിച്ചെടുക്കുക, എന്നിട്ട് വായിച്ച് നോക്കിയിട്ട് സംശയം ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ എഴുതിക്കോ, സ്റ്റഡി ഹെഡിങ് ആയിട്ട് എഴുതിക്കോ. യൂണിയൻ ഓഫ് സെറ്റ്സ്. യൂണിയൻ ഓഫ് സെറ്റ്സ് ഇതിന്റെ ഡെഫിനിഷനൊക്കെ ടെക്സ്റ്റിനകത്ത് ഉള്ളതാണ് പറയുന്നത്. അതങ്ങനെ എഴുതി വയ്ക്കുക. കാണാതെ പഠിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ കാര്യം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞ രീതിയിൽ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, നമുക്ക് പ്രോബ്ലമാണ് ചെയ്യേണ്ടത്. ശരി, എഴുതുക. The union of two sets, the union of two sets, SCTS, sets, capital A and B, the union of two sets A and B is the set consisting of CONSISTING, consisting of all elements, consisting of all elements, ELEMENTS, all, ALL, all elements, comma, which are WHICH, which are either EITHER, either in A,
വിച്ച് ആർ എയ്തർ ഇൻ എ. ആർക്കെങ്കിലും സ്പെല്ലിംഗ് ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ മലയാളം മീഡിയം പഠിച്ചവരുണ്ട്, അവർക്കൂടെ വേണ്ടിയാണ് ഞാൻ ഈ ഓരോ ഈസും വാസൊക്കെ ഓരോ സ്പെല്ലിംഗ് പറയുന്നത്. ആരും തെറ്റായിട്ട് ഒന്നും എഴുതി വെച്ചേക്കരുത്, കേട്ടല്ലോ. എയ്തർ ഇൻ വിച്ച് ആർ എയ്തർ ഇൻ സെറ്റ് എ, സെറ്റ് ക്യാപിറ്റൽ എ, വിച്ച് ആർ എയ്തർ ഇൻ സെറ്റ് എ ഓർ ബി or in both BOTH, which are either in A, either in set A or B or in both. ഒന്നുകിൽ എയിലോ അല്ലെങ്കിൽ ബിയിലോ രണ്ടിലോ ഉണ്ടായിരുന്നാലും എഴുതാം, രണ്ടിലോ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ ഡെഫിനിഷൻ എന്താണ്? ദ യൂണിയൻ ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ഈസ് ദ സെറ്റ്സ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ ദ എലമെന്റ്സ് വിച്ച് ആർ എയ്തർ ഇൻ എ ഓർ ഇൻ ബി ഓർ ഇൻ ബോത്ത്. എയിലോ ബിയിലോ അല്ലെങ്കിൽ രണ്ടിലോ ഉള്ള എലമെന്റുകളുടെ എല്ലാം സെറ്റിനെ വിളിക്കുന്ന പേരാണ് എയുടെയും ബിയുടെയും യൂണിയൻ. ഓക്കെ, താഴെ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതുക. ദ സിമ്പൽ SINBOL, ദ സിമ്പൽ SYMBOL, ദ സിമ്പൽ എങ്ങനെയാ? ഈ റാ തിരിച്ചിട്ട പോലുള്ള സിമ്പിൾ ഇൻവേർട്ടഡ് കോമയ്ക്കകത്ത് ഇടുക. ദ സിമ്പൽ ഇത് is used to denote DENOT is used to denote the union of sets, is used to denote the union of sets. Denote the union of sets. Okay, താഴെ എഴുതുക. അടുത്ത പോയിന്റ് ആയിട്ട് അടുത്ത ലൈനിൽ എഴുതുക. ദ യൂണിയൻ ഓഫ് സെറ്റ്സ് എ ആൻഡ് ബി, ദ യൂണിയൻ ഓഫ് സെറ്റ്സ് എ ആൻഡ് ബി, ദ യൂണിയൻ ഓഫ് സെറ്റ്സ് എ ആൻഡ് ബി ഈസ് റിട്ടൺ ആസ് WRITTEN, ഈസ് റിട്ടൺ ആസ് ഇങ്ങനെ എ, ഇങ്ങനെ ആ യൂണിയന്റെ സിമ്പിൾ ബി, ഈസ് റിട്ടൺ ആസ് ഇതേപോലെ. And read as A യൂണിയൻ ബി. ഇതിനെ വായിക്കുന്നത് എ യൂണിയൻ ബി എന്നും എഴുതുന്നത് ഇങ്ങനെയുമാണ്. ഓക്കെ, ശരി. എക്സാമ്പിൾ താഴെ. എക്സാമ്പിൾ, ലെറ്റ് ക്യാപിറ്റൽ A equal to set 1 2 3. Let capital A equal to set 1 2 3. And capital B equal to set 3 4 5. B equal to set 3 4 5. Then താഴെ എ യൂണിയൻ ബി സിമ്പിൾ ഉപയോഗിച്ച് എഴുതാൻ അറിയാമല്ലോ. ഞാൻ ഇനി എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിമ്പിൾ ഉപയോഗിച്ച് എഴുതാവും. A equal to set 1 2 3. B equal to once more എന്ന് പറഞ്ഞ ആളിനും കൂടെ വേണ്ടിയാണ് പറയുന്നത്. B equal to set 4 5 6 sorry 3 4 5 അങ്ങനെയല്ലേ, 3 4 5. Then A union B equal to A union B equal to 1 2 3 4 5 എല്ലാം കൂടെ ചേർത്ത് എഴുതിയാൽ മതി. ഇനി ഇതല്ല നിങ്ങൾ ആദ്യം കേട്ടതിൽ ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും എലമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് എഴുതിയെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ എങ്ങനെയാണോ എഴുതിയത് അതനുസരിച്ച് യൂണിയൻ കണ്ടുപിടിച്ച് എഴുതും. ഓക്കെ, ഞാൻ എക്സാമ്പിള് തയ്യാറാക്കി പറഞ്ഞതാണ്, സ്വന്തമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ഏതെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതനുസരിച്ച് ആൻസർ മാറ്റിയത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ മതി തൽക്കാലം. ഇനി നമ്മൾ പ്രോബ്ലങ്ങളൊക്കെ ചെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ. തൽക്കാലം എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം. ഇനി താഴെ ചെറിയൊരു ഹെഡിങ് കൊടുക്കുക. Rule method of union of two sets. Rule method of RULE. Rule method METHOD. Rule method of union UNION. Union of two sets SETS.
അപ്പോൾ ഇനി ഓരോ വാക്കിൻ്റെയും സ്പെല്ലിംഗ് ഒക്കെ പറയേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾ കേൾക്കുമ്പോൾ പെട്ടെന്നൊക്കെ എഴുതി ശീലിക്കണം. ഓക്കെ, ഇനി ഫിസിക്സും കെമിസ്ട്രിയൊന്നും എപ്പോഴും ഇങ്ങനെയൊന്നും പറഞ്ഞു നിൽക്കാൻ നമുക്ക് സമയമില്ല. അപ്പോൾ ഇനി നിങ്ങളും കൂടെ സ്പീഡപ്പ് ആവണം. അതനുസരിച്ച് വേണം നമ്മൾ പോർഷൻ നീങ്ങുന്നത്. ഓക്കെ, ശരി. എങ്ങനെയായിരുന്നു അതിൻ്റെ റൂൾ മെത്തേഡ്? എങ്ങനെയാണ്? എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. ഈ ഓർ എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കുക. ഈ യൂണിയനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടേം ഓർ ആണ്. ഇനി പ്രാക്ടിക്കൽ പ്രോബ്ലം എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഓർ കാണുന്നിടത്ത് യൂണിയൻ ആണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കും. ഇപ്പോഴേ അത് മനസ്സിലാക്കി വെച്ചേക്കും. ഓക്കെ, എക്സാമ്പിൾ ഞാൻ കൂടുതൽ പറയാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ പറയാം. ഓക്കെ.